എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്ന് ഇ ഹരികുമാർ എഴുതിയ ഒരു കഥയാവാം. എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരാൾ. അവൾ കുറേ നേരമായി അവരുടെ പിന്നാലെ നടക്കുകയായിരുന്നു. എപ്പോഴാണ് കൂടെ കൂടിയതെന്ന് അറിയില്ല. ഒരു സാരിക്കടയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവൾ അടുത്തു വന്നുകൊണ്ട് പറഞ്ഞു, നല്ല സഞ്ചി. ഒരു പെൺകുട്ടി, 6-7 വയസ്സ് കാണും. നരച്ച ഫ്രോക്ക്, എണ്ണമയമില്ലാത്ത തലമുടി മുകളിൽ ഒരു ചരടുകൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു. എയർ കണ്ടീഷൻ ചെയ്ത കടയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ചുടുകാറ്റ് മുഖത്തേക്ക് അടിച്ചു. അവൾ പറഞ്ഞത് ശരിയാണ്. സഞ്ചി നല്ല ഭംഗിയുണ്ടായിരുന്നു. ചുവപ്പ് നിറത്തിൽ സാരിക്കടയുടെ പേര് വലുതായി എഴുതിയിട്ടുണ്ട്. മറുഭാഗത്ത് സുന്ദരിയായ ഒരു സ്ത്രീയുടെ ചിത്രവും. ഞാനിവളെ കുറേ നേരമായി ശ്രദ്ധിക്കണു, രമണി പറഞ്ഞു. നമ്മൾ കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തൊട്ട് ഈ പെണ്ണ് പിന്നാലെ ഉണ്ടായിരുന്നു. അയാൾ ശ്രദ്ധിച്ചിരുന്നില്ല. കാർ ജോസ് ജംഗ്ഷനടുത്ത് പാർക്ക് ചെയ്ത് അവർ നടക്കുകയായിരുന്നു. ആദ്യം രമണിക്കൊരു വള വാങ്ങാനായി ആഭരണക്കടയിൽ കയറി. ശരിക്കു പറഞ്ഞാൽ 3 ആഭരണക്കടയിൽ കയറിയ ശേഷമാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട വള കിട്ടിയത്. അതുകഴിഞ്ഞ് 3 സാരിക്കടയിൽ കയറിക്കഴിഞ്ഞു. ഇത് 4ാമത്തെ കടയാണ്. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടൊരു സാരി എടുത്തു എന്നല്ലാതെ നോക്കിക്കൊണ്ടിരുന്ന സാരി ഇപ്പോഴും കിട്ടിയിട്ടില്ല. 4:30 തുടങ്ങിയ നടത്തമാണ്. അപ്പോൾ മുതൽ ഈ പെൺകുട്ടി തങ്ങളെ പിന്തുടരുകയായിരുന്നോ? കൗതുകമുള്ള മുഖത്ത് അവിടെ ചെളിയുണ്ട്. കയ്യിൽ 2 കുപ്പിവളകൾ. കഴുത്തു നഗ്നമാണ്. ചെരുപ്പില്ലാത്ത കാലിൽ പൊടി പിടിച്ചിരിക്കുന്നു. അയാൾ കീശയിൽ തപ്പി 1 രൂപയെടുത്ത് അവൾക്കു നേരെ നീട്ടി. അവൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, വേണ്ടേ? അയാൾ നാണയം തിരിച്ചു പോക്കറ്റിലിട്ടു. അവർ അടുത്ത കടയിലേക്ക് നടന്നു. ഉദ്ദേശിച്ച നിറമുള്ള സാരി കിട്ടാതെ നീനയുടെ കല്യാണത്തിന് പോകുന്ന പ്രശ്നമേ ഇല്ലെന്ന് രമണി പറഞ്ഞിരുന്നു. നിന്റെ സ്വന്തം അനുജത്തിയുടെ മകളാണ് നീന, അയാൾ പറയുന്നു. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു വാശിയുടെ കഥയാണ്. എവിടെയും കിട്ടാത്ത ആ നിറം തനിക്കും കിട്ടുമോ എന്ന് നോക്കട്ടെ. അടുത്ത സാരിക്കട കുറച്ചകലെയാണ്. തിരിച്ചുപോയി കാറെടുത്താലോ എന്നാലോചിച്ചു. കാറെടുക്കാൻ കുറച്ച് പിന്നിലേക്ക് നടക്കണം. അതുകഴിഞ്ഞ് 3/4 കിലോമീറ്റർ ഓടിച്ച ശേഷം അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുമോ എന്നൊന്നും അറിയില്ല. നടക്കാൻ തന്നെ തീർച്ചയാക്കി. നടന്നു പോകുമ്പോൾ ഏതെങ്കിലും കട കണ്ടാൽ കയറി നോക്കുകയും ചെയ്യാം. വലിയ കടകളിൽ മാത്രമല്ലല്ലോ നല്ല സാരി കിട്ടുക. സാരിക്കടയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് കണ്ടത് ആ പെൺകുട്ടി. അവൾ നടപ്പാതയിൽ കാത്തു നിൽക്കുന്നു. അവരെ കണ്ടപ്പോൾ അവളുടെ മുഖം വിടർന്നു. അവൾ ചോദിച്ചു, വേറെ സാരി വാങ്ങിയില്ലേ? രമണിയുടെ കയ്യിൽ നേരത്തെ കണ്ട സഞ്ചി മാത്രമേ ഉള്ളൂ എന്നവൾ ശ്രദ്ധിച്ചു. അയാൾ വെറുതെ ചിരിച്ചു. അവൾ വീണ്ടും അവരുടെ പിന്നാലെ നടന്നപ്പോൾ അയാൾക്കൊരു വല്ലായ്മയുണ്ടായി. എന്തിനാണ് ഒരു തെരുവ് തെണ്ടി പെൺകുട്ടി അവരുടെ പിന്നാലെ കൂടിയിരിക്കുന്നത്? പക്ഷേ രമണിയെ അതൊന്നും സ്പർശിക്കുന്നില്ല. അവൾ കുറച്ച് വിഷമത്തിലായിരിക്കുകയാണ്. ഇവിടെ ആ നിറം കിട്ടിയില്ലെങ്കിൽ നമുക്ക് തൃശ്ശൂരും കൂടി ഒന്ന് അന്വേഷിക്കാം. അവിടെയും കിട്ടിയില്ലെങ്കിൽ കോയമ്പത്തൂരിൽ അല്ലെങ്കിൽ ചെന്നൈയിൽ തന്നെ പോകേണ്ടി വരും. ഒരാഴ്ചയേ ഉള്ളൂ കല്യാണത്തിന്. അതിനിടയ്ക്ക് ബ്ലൗസ് തുന്നിക്കണം. ജോസഫിൻ്റെ അടുത്ത് കൊടുത്താൽ സമയത്തിന് കിട്ടില്ല. അയാളുടെ ഫിറ്റിംഗ് നല്ലതാണ്. പക്ഷേ നാളെ തരാം എന്ന് പറഞ്ഞിട്ട് കളിപ്പിക്കും. അയാൾ തിരിഞ്ഞു നോക്കി. ആ പെൺകുട്ടി തന്നെ നോക്കി ചിരിക്കുന്നു. ദൈവമേ, എന്താണ് അവളുടെ ഉദ്ദേശം? നോക്കൂ, ആ കടയിലൊന്ന് കയറി നോക്കാം. കഴിഞ്ഞ കൊല്ലം ഓണത്തിന് എൻ്റെ സ്കൈ ബ്ലൂ സാരി എടുത്തത് ഈ കടയെന്നാ. അവർ കടയിലേക്ക് തിരിഞ്ഞു. വാതിൽ കടക്കുന്നതിന് മുമ്പ് അയാൾ തിരിഞ്ഞു നോക്കി. ആ പെൺകുട്ടി നടപ്പാതയിൽ ഇരുമ്പഴി കൊണ്ടുണ്ടാക്കിയ ഗ്രില്ലിന്മേൽ പിടിച്ച് ചിരിച്ചുകൊണ്ട് അവരെ നോക്കി നിൽക്കുകയാണ്. എന്താണ് അവളുടെ മനസ്സിൽ? കടയിൽ നിറങ്ങളുടെ തുടിപ്പിൽ അയാൾ അവളെ മറന്നു. പട്ടുസാരികളുടെ പളപളപ്പ്, അതെടുത്ത് ഒരു ചീനവല എറിയുന്നത് പോലെ നമ്മുടെ മുന്നിലേക്കിടുന്ന സുന്ദരികളായ ചെറുപ്പക്കാരികളുടെ പ്രസരിപ്പ് എല്ലാം അയാൾക്കിഷ്ടമായിരുന്നു. അവരുടെ വിൽപ്പന തന്ത്രങ്ങളും നോക്കി നിൽക്കുക രസകരമായിരുന്നു. നോക്കൂ, ഈ സാരി ചേച്ചിക്ക് എന്ത് മാച്ചാണ് അല്ലേ ഡിബീനെ? പെട്ടെന്ന് അയാൾക്ക് പുറത്ത് നടപ്പാതയുടെ ഗ്രില്ലിൽ പിടിച്ച് നോക്കി നിൽക്കുന്ന പെൺകുട്ടിയെ ഓർമ്മ വന്നു. അയാൾ എഴുന്നേറ്റു. നീ നോക്കിയെടുക്ക്, അയാൾ പറഞ്ഞു. ഞാനൊന്ന് പുറത്തിറങ്ങി നിൽക്കട്ടെ. കടയിൽ ചൂടായിരുന്നു.
ഉടുത്തിരുന്ന സാരിയുടെ അറ്റമെടുത്ത് വീശിക്കൊണ്ട് രമണി പറഞ്ഞു, ശരി, എന്തൊരു ചൂട്. അയാൾ പുറത്തിറങ്ങി. അയാളെ കണ്ടതോടെ ആ പെൺകുട്ടി അനങ്ങി. അവൾ ഇനിയും പുറത്തേക്ക് വരാനിരിക്കുന്ന രമണിയെ അന്വേഷിക്കുകയായിരുന്നു. അയാൾ അവളുടെ അടുത്ത് ചെന്നു. അവൾ അല്പം ലജ്ജയോടെ അയാളെ നോക്കി. എന്താ നിന്റെ പേര്? റാണി. കടയുടെ വാതിൽക്കിലേക്കും അയാളുടെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. നിന്റെ വീട് എവിടെയാണ്? എനിക്ക് വീടില്ല, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ വല്ലാതായി. തെണ്ടി നടക്കുന്ന ഒരു കുട്ടിയോടാണ് അവളുടെ വീടിനെപ്പറ്റി ചോദിക്കുന്നത്. വീട് എന്ന സങ്കല്പത്തിൽ സ്വയം കെട്ടിയിടപ്പെട്ടതിൽ അയാൾക്ക് വിഷമമുണ്ടായി. ഒരുപക്ഷെ അവൾ ഒരിക്കലും ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടാവില്ല. തെരുവായിരിക്കണം അവളുടെ വീട്. അവളുടെ അച്ഛൻ, അമ്മ. നിന്റെ അച്ഛനും അമ്മയും എവിടെയാണ്? അച്ഛനില്ല. അമ്മ മരിച്ചു 2 ദിവസം മുമ്പേ. മനസ്സിലെവിടെയോ ഒക്കെ മുറിവുകൾ ഉണ്ടാവുകയാണ്. അച്ഛൻ ഇല്ല എന്നാണ് അവൾ പറഞ്ഞത്. ഒരുപക്ഷെ അവൾ അച്ഛനെ കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അച്ഛനാരാണെന്ന് അവളുടെ അമ്മയ്ക്ക് പോലും അറിവുണ്ടാവില്ല. അമ്മ മരിച്ചു 2 ദിവസം മുമ്പേ. അമ്മ എവിടെ നിന്നാണ് മരിച്ചത്? ആശുപത്രിയിൽ നിന്ന്. അപ്പോൾ നിന്റെ ചേട്ടനും ചേച്ചിയുമില്ലേ? ഇല്ല. വേറെ ആരുമില്ലേ? അപ്പോൾ നീ കഴിഞ്ഞ 2 ദിവസം എവിടെയാണ് ഉറങ്ങിയത്? ഒരു കടയുടെ മുമ്പിൽ. എന്താ ഇത്ര ചോദിക്കാനുള്ളത് എന്ന മട്ടിൽ അവൾ പറഞ്ഞു. ഞാൻ അമ്മയുടെ ഒപ്പം അവിടെ കിടക്കാറ്. ഒറ്റയ്ക്ക് പേടിയാവില്ലേ? അവൾ ഒന്നും പറഞ്ഞില്ല. എന്തോ ഓർത്ത് അവളുടെ കണ്ണുകളിൽ ഭീതി നിറയുന്നത് അയാൾ കണ്ടു. അത് ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് അയാൾക്ക് തോന്നി. രാത്രിയെപ്പറ്റി ഓർക്കാതിരിക്കാൻ ശ്രമിക്കുകയാവും അവൾ. ആരുമില്ലാത്ത 6 വയസ്സായ ഒരു കുട്ടി രാത്രി ഒറ്റയ്ക്ക് ഏതെങ്കിലും കടയുടെ ചായ്പിൽ ചുരുണ്ടുകൂടി ഉറങ്ങുന്നു. അവൾക്ക് ഭക്ഷണം എവിടെ നിന്ന് കിട്ടുന്നു? നീ എന്തിനാണ് ഞങ്ങളുടെ പിന്നാലെ നടക്കണത്? വിശക്കണുണ്ടോ? പിന്നെ? അവൾ ഒന്നും പറഞ്ഞില്ല. മനസ്സിലെ മുറിവിൽ നിന്ന് രക്തം ചിന്തുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു കുട്ടിയെ തൻ്റെ മുമ്പിൽ എത്തിച്ചത്? കടയുടെ വാതിൽ തുറന്ന് രമണി അയാൾ വിളിച്ചു. നോക്കൂ, എനിക്ക് അതേ കളർ സാരി കിട്ടി കേട്ടോ. രമണിയുടെ മുഖത്ത് സന്തോഷം. അയാൾ അകത്തേക്ക് പോയി. 2800 രൂപ. സാരല്ല, എവിടെയും കിട്ടാത്ത നിറമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ഷാപ്പിലാണ് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കളർ കിട്ടുക. രമണിക്ക് സന്തോഷമായി. ഇനി നമുക്ക് തിരിച്ചു പോവാം. അവർ പുറത്തു കടന്നു. ഈ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലേ? ഇപ്പോഴും നമ്മളെ കാത്തു നിൽക്കാണോ? അവളുടെ അമ്മ 2 ദിവസം മുമ്പ് മരിച്ചു. ഇപ്പോൾ അവൾക്ക് ആരുമില്ല. അയ്യോ പാവം. റാണി ചിരിക്കുകയായിരുന്നു. അവർ നടന്നപ്പോൾ അവളും പിന്നാലെ നടന്നു. നമുക്കെന്തെങ്കിലും തണുത്തത് കുടിക്കാം, രമണി പറഞ്ഞു. തൊട്ടടുത്തു തന്നെ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ കയറാം. അവർ പാർലറിലേക്ക് തിരിഞ്ഞു. പെട്ടെന്ന് ആ കുട്ടിയെ ഓർത്തപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി. അവൾ അവരെയും നോക്കി നിൽക്കുകയാണ്. അയാൾ ചോദിച്ചു, നീ വരുന്നോ? ഐസ്ക്രീം തിന്നാം. അവൾ നരച്ചു മുഷിഞ്ഞ സ്വന്തം ഉടുപ്പിലേക്ക് നോക്കി. മുമ്പിലുള്ള കറുത്ത ചില്ലുവാതിലെ സ്വർണ്ണ നിറത്തിലുള്ള ചിത്രപ്പണികളിലേക്കും. പിന്നെ വേണ്ടെന്ന് തലയാട്ടി. താൻ നിൽക്കേണ്ടത് എവിടെയാണെന്നറിയുന്നത് പോലെ. അതിനെയൊന്നും വിളിക്കണ്ട, രമണി പറഞ്ഞു. നമ്മളെയും കൂടി കയറ്റില്ല. നമുക്ക് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം. ഉദ്ദേശിച്ച നിറത്തിലുള്ള സാരി കിട്ടിയപ്പോൾ രമണി കുറച്ച് ഉദാരമനസ്കയായിരിക്കുന്നു. അയാൾ രമണിയുടെ പിന്നാലെ പാർലറിലേക്ക് കയറി. അവൾക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങുമെന്ന് റാണിയോട് പറയാമായിരുന്നു. ഇനി അവൾ കാത്തു നിൽക്കാതെ പോയാലോ? കോക്ടെയിൽ, ഫ്രൂട്ട് ജ്യൂസ്, ഐസ്ക്രീം ഇട്ട് കുടിക്കുന്നതിനിടയിൽ അയാൾ എഴുന്നേറ്റ് ചില്ലുബത്തിയിലൂടെ പുറത്തേക്ക് നോക്കി. അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അവൾ തലതിരിക്കുമ്പോൾ തലയിൽ കെട്ടിയ മുടി ആടി. മരിക്കുന്നതിന് മുമ്പ് അമ്മ കെട്ടിക്കൊടുത്തതായിരിക്കും. ആ കുട്ടിക്ക് അങ്ങനെയൊരു കെട്ടുകെട്ടാൻ എന്തായാലും സാധ്യമല്ല. അവസാനത്തെ തവണയാണ് മകളുടെ മുടി കെട്ടുന്നതെന്ന് ആ അമ്മ അറിഞ്ഞിട്ടുണ്ടാവുമോ? മനസ്സിലെ മുറിവുകൾ വീണ്ടും തുറക്കുകയാണ്. എന്തിനാണ് ഈ കുട്ടി പിന്നാലെ നടക്കുന്നത്? കോൺ ഐസ്ക്രീം കിട്ടിയപ്പോൾ അവൾക്ക് സന്തോഷമായി. പൊതിഞ്ഞ ഗിൽറ്റ് കടലാസ് പൊളിച്ച് ഐസ്ക്രീം തിന്നുകൊണ്ട് അവൾ അവരുടെ പിന്നാലെ നടന്നു. അയാൾ പറഞ്ഞു, മോളിനി പോയിക്കോ,
എന്തിനാണ് ഞങ്ങളുടെ പിന്നാലെ വരുന്നത്? അവൾ ഒന്നും പറയാതെ ചിരിക്കുക മാത്രം ചെയ്തു. കുറച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ പിന്നിൽ തന്നെയുണ്ട്. ഐസ്ക്രീം തീരാറായിരിക്കുന്നു. തെരുവിൽ വെളിച്ചം കുറഞ്ഞു വന്നു. നിരത്തിൻ്റെ നടുവിലുള്ള സോഡിയം വേപ്പർ ലാമ്പുകൾ മടിച്ചുകൊണ്ട് കണ്ണു തുറന്നു. ഇരുവശത്തുമുള്ള കടകളിൽ വിളക്കുകൾ തെളിഞ്ഞു. അലങ്കരിച്ച ചില്ലു ഷോക്കേസുകൾ ശക്തിയുള്ള വിളക്കുകളാൽ പ്രകാശിച്ചു. രാത്രി വരികയാണ്. രാത്രി നിരവധി അലങ്കാര വിളക്കുകളുടെ വർണ്ണപ്പകിട്ടോടെ എഴുന്നള്ളി വരുമ്പോൾ ഇവിടെ ഒരു 6 വയസ്സുകാരി ഏകയായി അതിനെ നേരിടാൻ പോവുകയാണ്. ഒരു രാത്രി കൂടി. ഇരുണ്ട ജീവിതത്തിൽ ആശയുടെ മങ്ങിയ വിളക്കുകൾ മാത്രമുള്ള ഒരു രാത്രി കൂടി. അയാൾ കാറിൻ്റെ വാതിൽ തുറന്നു കയറി മറുവശത്ത് രമണിക്ക് കയറാൻ തുറന്നു കൊടുത്തു. തുറന്നിട്ട വാതിലിനരികെ റാണി നിന്നു. അയാൾ പറഞ്ഞു, മോളിനി പോയിക്കോ. അവൾ ചോദിച്ചു, എന്നെയും കൊണ്ടുപോവോ? എങ്ങോട്ട്? നിങ്ങളുടെ വീട്ടിലേക്ക്. ഞങ്ങളുടെ വീട്ടിലേക്കോ? അവൾ തലയാട്ടി. അയാൾ ഭാര്യയുടെ മുഖത്ത് നോക്കി. നോക്കൂ, അവൾ എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞേക്ക്, പിന്നെ ശല്യാവും, രമണി പറഞ്ഞു. അവൾക്ക് ആരുമില്ല, അയാൾ പറഞ്ഞു. അതിന് നമ്മളെന്താ ചെയ്യുക? അയാൾ റാണിയെ നോക്കി. അവൾ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. അയാൾ പറഞ്ഞു, അതൊന്നും പറ്റില്ല മോളെ, മോള് മാറി നിൽക്ക്. അവൾ മാറി നിന്നു. അയാൾ വാതിലടച്ച് കാർ സ്റ്റാർട്ടാക്കി. അവളുടെ മുഖം വാടിയിരുന്നു. അയാൾ പേഴ്സ് തുറന്ന് ഒരു 10 രൂപ നോട്ടെടുത്ത് അവൾക്കു നേരെ നീട്ടി. അവൾ വേണ്ടെന്ന് തലയാട്ടി. കാറെടുക്കാൻ സൗകര്യപ്പെടുമാറ് കുറച്ചുകൂടി മാറി നിന്നുകൊണ്ട് അവൾ അയാളെ നോക്കി. അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. കാർ ഓടിച്ചുകൊണ്ടിരിക്കെ അയാൾ പറഞ്ഞു, നമുക്കവളെ ഒപ്പം കൂട്ടാമായിരുന്നു. ഇനി അതും കൂടിയേ വേണ്ടൂ, ബാക്കിയൊക്കെയായി, അവൾ കുറച്ചു കാർക്കശ്യത്തോടെ പറഞ്ഞു. ബാക്കിയൊക്കെ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അയാൾ ഈ 60-ാം വയസ്സിലും മാസം 12,000 രൂപയുണ്ടാക്കുന്നുണ്ട്. ബോംബെയിലുള്ള മകൻ്റെ ശമ്പളം എത്രയാണെന്ന് അയാൾക്കറിയില്ല. 60,000-നും 70,000-നും ഇടയിൽ ആണെന്ന് അയാൾ ഊഹിച്ചിരുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ ചെലവ് എന്തു വരും? വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അവളെ ഏതെങ്കിലും അനാഥാലയത്തിൽ ചേർക്കാമായിരുന്നു. ചെലവ് കൊടുത്താൽ മതിയല്ലോ. താൻ ഒന്നും ചെയ്തില്ല. കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ആ പാവത്തിന്. ഒരുപക്ഷെ കഴിഞ്ഞ 2 ദിവസങ്ങളായി അവൾ ഓരോരുത്തരുടെ പിന്നാലെ നടന്നിട്ടുണ്ടാവും, ഒപ്പം കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിൽ. ആരും കൊണ്ടുപോകാതിരുന്നപ്പോൾ രാത്രിയിൽ അവൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, നാളെ ആരെങ്കിലും കൊണ്ടുപോണേ. വീണ്ടും ഒറ്റയ്ക്കൊരു രാത്രി. ഇന്ന് താനും അവളുടെ പ്രതീക്ഷകളെ തട്ടിമാറ്റി. ഇപ്പോൾ ഇരുട്ടിൽ പരുക്കൻ തെരുവിൻ്റെ ക്രൂരതയിൽ അവൾ വീണ്ടും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അയാൾ അവളുടെ അമ്മയെ ഓർത്തു. ആശുപത്രിയിൽ വെച്ച് മരിച്ചു എന്നാണ് റാണി പറഞ്ഞത്. എന്തായിരിക്കും അസുഖം? ഇനി വല്ല അപകടവുമാണോ? മരിക്കുന്നതിന് മുമ്പ് മകളെ ആരെയും ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആരെ ഏൽപ്പിക്കാനാണ്? അമ്മ ഇനി ഉണ്ടാവില്ലെന്ന് യാഥാർത്ഥ്യം മനസ്സിലായപ്പോൾ അവൾ ഒറ്റയ്ക്ക് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയതായിരിക്കണം. ഗേറ്റിന് മുന്നിൽ അയാൾ കാർ നിർത്തി. രമണി ഇറങ്ങി ഗേറ്റ് തുറന്നു. കാർ അകത്തു കടന്ന ശേഷം അവൾ ഗേറ്റ് അടച്ച് കുറ്റിയിട്ടു. അവൾ കൈസഞ്ചിയിൽ നിന്ന് താക്കോലെടുത്ത് വാതിൽ തുറക്കുന്നത് അയാൾ കാറിൽ ഇരുന്നു കൊണ്ട് നോക്കി. അയാൾക്ക് ഇറങ്ങാൻ തോന്നിയില്ല. അയാൾ ആലോചിക്കുകയായിരുന്നു. കുട്ടിക്കാലത്ത് 4-ലോ 5-ലോ പഠിക്കുമ്പോൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു പൂച്ചക്കുട്ടി പിന്നാലെ കൂടി. വെള്ളയിൽ കറുപ്പുപാണ്ടുകളുള്ള കൗതുകമുള്ള ഒരു പൂച്ചക്കുട്ടി. ഒപ്പമുണ്ടായിരുന്ന മറ്റു കുട്ടികൾ വിളിച്ചെങ്കിലും അത് തൻ്റെ പിന്നിൽ നിന്ന് ഒഴിഞ്ഞില്ല. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ പൂച്ചയെ വളർത്തുന്നതിനോട് ആർക്കും യോജിപ്പുണ്ടായിരുന്നില്ല. തൻ്റെ പ്രതിഷേധം വകവയ്ക്കാതെ അവർ അതിനെ എവിടെയോ കൊണ്ടുപോയി വിട്ടു. പിന്നെ അവൻ അതിനെ കാണുന്നത് ഏതോ വാഹനത്തിനടിയിൽപ്പെട്ട് ചതഞ്ഞ മട്ടിലാണ്. അയാൾക്ക് വീട്ടിനുള്ളിൽ കയറാൻ തോന്നിയില്ല. അയാൾ കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറന്നു. രമണി പുറത്തേക്ക് വന്നു. എന്തേ? ഞാൻ കുറച്ച് പെട്രോൾ അടിച്ചിട്ട് വരാം. അയാൾ കാർ പുറത്തേക്ക് എടുത്തു. നേരത്തെ പാർക്ക് ചെയ്ത സ്ഥലത്ത് കാറുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് അയാൾ ചുറ്റും നോക്കി. നഗരം നേരത്തെ ഉറങ്ങുന്നു. നടപ്പാത ഒരുമാതിരി ഒഴിഞ്ഞു കിടക്കുകയാണ്. നരച്ച ഫ്രോക്കും ഉച്ചിയിൽ ചരടുകൊണ്ട് കെട്ടിവെച്ച തലമുടിയും ചെളി പിടിച്ചതെങ്കിലും ചൈതന്യമുള്ള മുഖത്ത് തിളങ്ങുന്ന കണ്ണുകളുമുള്ള ഒരു കുട്ടിക്ക് വേണ്ടി അയാൾ ചുറ്റും നോക്കി. കുറച്ചകലെ
ഷട്ടർ താഴ്ത്തിയ ഒരു കടയുടെ ഒതുക്കുകല്ലിൽ അവൾ ചുരുണ്ട് കിടക്കുന്നു. ഉറക്കമാണ്. അയാൾ പുറത്തേക്ക് ഇറങ്ങാനായി വാതിൽ തുറന്നു. അപ്പോഴാണ് അയാൾ കണ്ടത്, ഒരച്ഛനും അമ്മയും മകനും കൂടി നടന്നു വരുന്നു. പാവപ്പെട്ടവർ, കൂലിവേല ചെയ്ത് ജീവിക്കുന്നവരായിരിക്കണം. തൊട്ടുമുമ്പ് അവർ കച്ചവടം മതിയാക്കി പോകാനായി ഒരുങ്ങുന്ന ഒരു വഴിവാണിഭക്കാരൻ്റെ കയ്യിൽ നിന്ന് മകനുള്ള ഒരു ഷർട്ട് പിശകി വാങ്ങുന്നത് അയാൾ കണ്ടിരുന്നു. അമ്മയുടെ കൈ പിടിച്ച് നടക്കുന്ന മകന് 7-8 വയസ്സായിട്ടുണ്ടാവും. അവർ റാണി കിടക്കുന്നിടത്തെത്തിയപ്പോൾ പെട്ടെന്ന് നിന്നു. രണ്ടുപേരും കൂടി അടുത്തു ചെന്ന് അവളെ നോക്കി എന്തോ സംസാരിക്കുകയാണ്. പുരുഷൻ അവൾ കിടക്കുന്നിടത്ത് മുട്ടുകുത്തിയിരുന്ന് അവളെ വിളിച്ചുണർത്തി. അവൾ ഉറക്കച്ചടവോടെ എഴുന്നേറ്റിരുന്ന് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. പിന്നെ എഴുന്നേറ്റ് അയാളുടെ കൈ പിടിച്ച് ഒപ്പം നടന്നുപോയി. തെരുവിൻ്റെ ഒരറ്റത്തെത്തിയപ്പോൾ അയാൾ അവളെ എടുത്തു നടക്കുകയായിരുന്നു. അവൾ അവളുടെ കൊച്ചുകൈ അയാളുടെ കഴുത്തിലൂടെ ഇട്ടിരുന്നു. അയാൾ കാറിൻ്റെ വാതിലടച്ചു. കുറേ നേരം സ്റ്റിയറിംഗ് വീലിന്മേൽ കൈവച്ച് അനങ്ങാനാവാതെ ഇരുന്നു. അയാൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടിരുന്നു.